വെൽക്കം ടു നീറ്റ്സ് ആർട്സ് ആൻഡ് ക്രേസ്. ഇന്ന് നമ്മളിപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിഷസ് പരീക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടെ അമ്മ വന്നതിന് ശേഷം ഇതുവരെ അങ്ങനെയുള്ളൊരു ഡിഷസ് ഞാൻ പരീക്ഷിക്കാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് പിസ്സയാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഹെൽത്ത് കെയർ വർക്കർ ആയതുകൊണ്ട് തന്നെ പിസ്സയൊന്നും നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യാറില്ല. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കൂ എന്നാണ് എല്ലാവരും പേഷ്യൻസിനെയും അതുപോലെ തന്നെ കുട്ടികളെയാണല്ലോ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സെലിബ്രേഷൻ ഒക്കേഷനോ അല്ലെങ്കിൽ ഒരു ഹോളിഡേ മൂഡോ ഒക്കെ വരുമ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ ആവാം അല്ലേ, ഇതായാലും അമൃത നിമിഷം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഞാനിവിടെ 1.5 ഗ്ലാസ് വെച്ച്, വലിയ ഗ്ലാസ്സാണ്, 1.5 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഇളം ചൂടുവെള്ളം എടുക്കാം. 1.5 ഗ്ലാസ് മൈദയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇളം ചൂടുവെള്ളം തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവുള്ളൂ. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ മിക്സ് ചെയ്തത് വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ആ മൈദയിലേക്ക് ഒഴിച്ച് ബേസ് ഡൗ ഉണ്ടാക്കുകയാണ്. പതുക്കെ കുഴച്ച് കൊടുക്കണം. ഗോതമ്പ് മാവ് നമ്മൾ കുഴക്കത്തില്ലേ ചപ്പാത്തിക്ക്, അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കും ഈ ഡൗ. അപ്പോൾ അത് ഒരുവിധമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു 5 to 6 hours റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ നന്നായി പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ നനഞ്ഞൊരു ടവൽ ഇട്ടേക്കുക. അതിന് ശേഷം അതൊരു നല്ല ഒരു മൂടി വെച്ചിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് അതൊരു 5 to 6 hours അങ്ങനെ വയ്ക്കുക. അല്ലെങ്കിൽ മോൾ ഭാഗം ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നനഞ്ഞൊരു ടവൽ വെച്ച് മൂടിയിട്ട് അത് വയ്ക്കാൻ കാരണം. നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് വേണ്ട ടോപ്പിങ്സ്, ഞാൻ ഇവിടെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ടൊമാറ്റോ, ഓണിയൻ ഇത്രയും അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ 5 hours കഴിഞ്ഞപ്പോൾ കണ്ടോ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കുക പാത്രം. നെക്സ്റ്റ് ഇത് പൊങ്ങി വന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഇത് 2 മീഡിയം പിസയ്ക്കുള്ളത് കാണും. ഇപ്പോൾ അത് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 2 പാർട്ടായിട്ട് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ 2 പാർട്ടായിട്ട് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിൽ വെച്ച് പരത്താൻ പോവാണ്. നമുക്ക് കൈ വെച്ച് പരത്തിയാൽ മതി. ഒത്തിരി കനം കുറഞ്ഞു പോകരുത്, ഒത്തിരി കനം കൂടിയും പോകണ്ട, ഒരു പാകത്തിന്. ഓക്കെ, കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. എണ്ണ തൂകിയോണ്ടാണ് ഇച്ചിരി തെന്നിപ്പോകുന്നത്, എണ്ണ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളിതാ ഡൗ അതിലേക്ക് പരത്തി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പിസ്സ സോസാണ്, നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാനും പറ്റും. അതിന് മുന്നേ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് അതൊന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ സോസ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് അതിൻ്റെ തെളിഞ്ഞ വെള്ളം മാത്രം അതിലേക്ക് വീഴും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോസ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായി സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇച്ചിരി ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ട് നിങ്ങളൊന്ന് സോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ, ഒത്തിരി വേവിക്കുന്നൊന്നുമില്ല കേട്ടോ, ഓണിയൻ മാത്രം. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്, അതിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന്, ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ആക്കണ്ട, വീണ്ടും നമ്മൾ ഓവനിൽ വെച്ച് ആക്കുമ്പോൾ അത് ഒന്ന് കൂടെ വേവും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ടോപ്പിങ്സ് ഓരോന്നായിട്ട് വെക്കുകയാണ്. ആദ്യം ഞാൻ ടൊമാറ്റോ വെച്ചു, ഇപ്പോൾ ഞാൻ ഉള്ളി വെച്ചു. നിങ്ങൾക്ക് ഗ്രീൻ ഒലീവ്, ബ്ലാക്ക് ഒലീവ്സ്, അല്ലെങ്കിൽ ഉപ്പിലിട്ട് വെച്ച വല്ല പച്ചമുളകോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ക്യാപ്സിക്കം പച്ച മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മഞ്ഞയൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയാണ്.
ഞാൻ എടുത്തത് മൊസറല്ല ചീസാണ്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്, ഇന്ന് തന്നെ ഉണ്ടാക്കിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ നോക്കിയപ്പോൾ ലെന്ത് ഒത്തിരി കൂടും. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. അത് ജസ്റ്റ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസ് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ വീട്ടിലപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2 പീസിലേക്കുള്ളതൊക്കെ നമുക്ക് 2 പാക്കറ്റ് പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. വെറും 56 രൂപയ്ക്ക് ഒരു 2 പാക്കറ്റ് പാൽ മേടിച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ടതാനും. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ വേറെ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട മൊസറല്ല ചീസ് എത്ര കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. അടുത്തായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ മുഴുവൻ മുളക് പൊടി ചതച്ചത്. അടുത്തത് ഇത് ഒറിഗാനോ ആണ്. ഒറിഗാനോ പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വലിയ ബോക്സായിട്ട് കിട്ടുക, അതിന് ഇച്ചിരി വില കൂടുതലാണ്. ഇതിപ്പോൾ ചെറിയ സാഷ് ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് സീസണിങ്ങിന് വേണ്ടി അതൊന്ന് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒറിഗാനോ ആണ് ശരിക്കും ആ പിസ്സ മേടിക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആക്ച്വലി ഇതിൽ ഇപ്പോഴത്തെ ആ ഗോദ്രേജിൻ്റെ ഇതിൽ സെറ്റിങ് പിസ്സ അതിൻ്റെ ഇത് നോക്കിയിട്ട് മെനു നോക്കിയിട്ട് അത് എത്രാമത്തെയാണെന്ന് നോക്കി ജസ്റ്റ് ആ നമ്പർ അമർത്തുമ്പോൾ വന്നതാണ്. 7.5 മിനിറ്റാണ്. അപ്പോൾ 7.5 മിനിറ്റ് കൊണ്ട് നമുക്ക് പിസ്സ റെഡിയായി കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ 7.5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ 7.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി. നമ്മളത് ട്രൈ ചെയ്യാൻ നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കേ, അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണാൻ ലുക്കൊക്കെ ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ കട്ടറൊന്നുമില്ല, സാധാ കത്തി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ആക്ച്വലി മീഡിയം പിസ്സ 6 പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്മോൾ പീസ് ആണെങ്കിൽ 4 പീസ്, ലാർജ് പീസ് ആണെങ്കിൽ 8 പീസ്. ഇപ്പോൾ ഞാനിത് 8 പീസായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി മീഡിയം പിസ്സയിൽ അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ, പക്ഷേ 8 പീസായിട്ട് കട്ട് ചെയ്യാണ്. ഓക്കെ, ചീസിൻ്റെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മൊസറല്ല ചീസ് കുറച്ചും കൂടെ ആണെങ്കിലാണ് ആ ഒരു നൂല് പോലെ വരുന്ന ഒരു ലുക്ക് വരത്തില്ല. സംഭവം നല്ല കിടുക്കാച്ചയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.